യോശുവയുടെ പുസ്തകം 17-ാം അധ്യായം. യോസഫിൻ്റെ ആദ്യജാതനായ മനശ്ശെയുടെ ഗോത്രത്തിൽ നിന്നും ഓഹരി കിട്ടി. മനശ്ശെയുടെ ആദ്യജാതനും ഗിലെയാദിൻ്റെ അപ്പനുമായ മാഖീർ യുദ്ധവീരനായിരുന്നതുകൊണ്ട് അവന് ഗിലെയാദും ബാശാനും ലഭിച്ചു. മനശ്ശെയുടെ ശേഷം പുത്രന്മാരായ അബിയേസറിൻ്റെ മക്കൾ, ഹേലെക്കിൻ്റെ മക്കൾ, അസ്രിലേയിൻ്റെ മക്കൾ, ശേഖേമിൻ്റെ മക്കൾ, ഹെഫേരിൻ്റെ മക്കൾ, ഷെമീദാവിൻ്റെ മക്കൾ എന്നിവർക്കും കുടുംബമായി ഓഹരി കിട്ടി. ഇവർ കുടുംബമായി യോസഫിൻ്റെ മകനായ മനശ്ശെയുടെ മക്കൾ ആയിരുന്നു. എന്നാൽ മനശ്ശെയുടെ മകനായ മാഖീരിൻ്റെ മകനായ ഗിലെയാദിൻ്റെ മകനായ ഹേഫീരിൻ്റെ മകൻ ശെലോഫഹാദിന് പുത്രിമാരല്ലാതെ പുത്രന്മാർ ഇല്ലായിരുന്നു. അവൻ്റെ പുത്രിമാർക്ക് മഹ്ള, നോവ, ഹൊഗ്ല, മിൽസ, തിർസ എന്നു പേരായിരുന്നു. അവർ പുരോഹിതനായ എലെയാസാരിൻ്റെയും നൂൻ്റെ മകനായ യോശുവയുടെയും പ്രഭുക്കന്മാരുടെയും മുമ്പിൽ അടുത്തു ചെന്നു. ഞങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു അവകാശം ഞങ്ങൾക്ക് തരുവാൻ യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ അവർക്കും ഒരു അവകാശം കൊടുത്തു. ഇങ്ങനെ മനശ്ശെയുടെ പുത്രിമാർക്ക് അവൻ്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ അവകാശം ലഭിച്ചതുകൊണ്ട് മനശ്ശെയ്ക്ക് യോർദാനക്കരെ ഗിലെയാദ് ദേശവും ബാശാനും കൂടാതെ 10 ഓഹരി കിട്ടി. മനശ്ശെയുടെ ശേഷം പുത്രന്മാർക്ക് ഗിലെയാദ് ദേശം കിട്ടി. മനശ്ശെയുടെ അതിരോ അശേർ മുതൽ ശേഖേമിന് കീഴെയുള്ള മിഥാത്ത് വരെ ചെന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഏൻ തപ്പൂഹയിലെ നിവാസികളുടെ അടുക്കളോളം നീണ്ടു കിടക്കുന്നു. തപ്പൂഹ ദേശം മനശ്ശെയ്ക്കുള്ളതായിരുന്നു. എങ്കിലും മനശ്ശെയുടെ അതിലുള്ള തപ്പൂഹ പട്ടണം എഫ്രൈമ്യർക്ക് ഉള്ളതായിരുന്നു. പിന്നെ ആ അതിർ കനാൻ തോട്ടിങ്കിലേക്ക് തോടിൻ്റെ തെക്കുകൂടി ഇറങ്ങുന്നു. ഈ പട്ടണങ്ങൾ മനശ്ശെയുടെ പട്ടണങ്ങൾക്കിടയിൽ എഫ്രൈമിനുള്ളവ. മനശ്ശെയുടെ അതിർ തോടിൻ്റെ വടക്കുവശത്തൂടി ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. തെക്കുഭാഗം എഫ്രൈമും വടക്കുഭാഗം മനശ്ശെയും ഉള്ളത് സമുദ്രം അവൻ്റെ അതിർ ആകുന്നു. അത് വടക്ക് അശേറിനോട് കിഴക്ക് ഇസ്സാഖാരിനോടും തൊട്ടിരിക്കുന്നു. ഇസ്സാഖാരിനും അശേരിനും മനശ്ശെയ്ക്കും ബേത്ത്ശെയാനും അതിൻ്റെ അധീശ നഗരങ്ങളും ഇബ്ലോയാമും അതിൻ്റെ അധീന നഗരങ്ങളും ദോർ നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും ഏൻ ദോർ നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും താനാക് നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും മെഗിദോസ് നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും ഉണ്ടായിരുന്നു. 3 മേടുകൾ തന്നെ. എന്നാൽ മനശ്ശെയുടെ മക്കൾ ആ പട്ടണങ്ങളിലെ നിവാസികളെ നീക്കിക്കളയുവാൻ കഴിഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്തിൽ തന്നെ പാർപ്പാനുള്ള താൽപ്പര്യം സാധിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ ബലവാന്മാരായി തീർന്നപ്പോൾ അവരെ നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയവേല ചെയ്യിപ്പിച്ചു. അനന്തരം യോസഫിൻ്റെ മക്കൾ യോശുവയോട്, യഹോവ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾ ഒരു വലിയ ജനമായി തീർന്നിരിക്കെ ഒരു നറുക്കും ഓഹരിയും മാത്രം നീ ഞങ്ങൾക്ക് തന്നത് എന്ത് എന്ന് ചോദിച്ചു. യോശുവ അവരോട്, നിങ്ങൾ വലിയൊരു ജനമെങ്കിൽ എഫ്രൈം പർവ്വതം നിങ്ങൾക്ക് വിസ്താരം പോരാത്തതാകൊണ്ട് കാട്ടുപ്രദേശത്ത് ചെന്ന് പെരിസരുടെയും മല്ലന്മാരുടെയും ദേശത്ത് കാട് വെട്ടി സ്ഥലമെടുത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അതിന് യോസഫിൻ്റെ മക്കൾ, മലനാട് ഞങ്ങൾക്ക് പോരാ, ബേത്ത്ശെയാനിലും അതിൻ്റെ അധീന നഗരങ്ങളിലും ഇസ്രായേൽ താഴ്വരകളിലും ഇങ്ങനെ താഴ്വീത് പ്രദേശങ്ങളിൽ പാർക്കുന്ന കനാന്യർക്കൊക്കെയും ഇരുമ്പ് രഥങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. യോശുവ യോസഫിൻ്റെ കുലമായ എഫ്രൈമിനോടും മനശ്ശെയോടും പറഞ്ഞത്, നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയുമുണ്ട്. നിങ്ങൾക്ക് ഒരു ഓഹരി മാത്രമല്ല വരേണ്ടത്, മലനാട് നിനക്കുള്ളത് ആയിരിക്കണം. അത് കാടാകുന്നു എങ്കിലും നിങ്ങളത് വെട്ടിത്തെളിക്കണം. അതിൻ്റെ അർധി പ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ.
കനാന്യർ ഇരുമ്പ് രഥങ്ങൾ ഉള്ളവരും ബലവാന്മാരും ആകുന്നുവെങ്കിലും നിങ്ങൾ അവരെ നീക്കിക്കളയും. ഇങ്ങനെ യോശുവയുടെ പുസ്തകം 17-ാം അധ്യായം അവസാനിക്കുന്നു.